This is the promise that God has given to us. ദൈവം എനിക്ക് തന്ന വാഗ്ദത്തം ഇതാകുന്നു. This is the promise that God is giving to us. ദൈവം നമുക്ക് തന്ന വാഗ്ദത്തം ഇതാകുന്നു. The Red Sea says, ചെങ്കടൽ പറയുന്നു, I will depart, you go through. നീ കടന്നു പോകും, നിനക്ക് മുമ്പായി ഞാൻ വഴി പിരിഞ്ഞു തരാം. I will depart, you go. നീ കടന്നു പോയിക്കൊള്ളുക, നിനക്ക് മുമ്പായി ഞാൻ വഴി പിരിഞ്ഞു തരാം. Jordan says, യോർദാൻ പറയുകയാണ്, I will split in two, you go through. നിനക്ക് മുമ്പാകെ ഞാൻ മലർക്കെ തുറന്നു തരാം, നീ കടന്നു പോയിക്കൊള്ളുക. The walls at Jericho says, യെരിഹോവിന്റെ മതിലിന് പറയുവാനുള്ളത്, we will fall down, you go through. നിന്റെ മുമ്പാകെ ഞങ്ങൾ തകർന്നു വീഴും, നീ കടന്നു പോയിക്കൊള്ളുക. But you are telling, പക്ഷെ നീ പറയുന്നത്, I don't think I can go. എനിക്ക് എങ്ങനെ പോകാൻ കഴിയുമെന്നാണ് നീ പറയുന്നത്. I don't think I can go. എനിക്ക് പോകാൻ പറ്റുമോ, എനിക്ക് പോകാൻ പറ്റില്ല എന്നാണ് നീ പറയുന്നത്. Red Sea says, I will depart, you go. ചെങ്കടൽ പറയുന്നത് കേൾക്കും, ഞാൻ പിരിഞ്ഞു തരാം, നീ പോയിക്കൊള്ളുക. Jordan says, I cannot stand together, I am departing, you go. യോർദാൻ പറയുന്നു, എനിക്ക് നിന്റെ മുമ്പേ ഇവരെ നിൽക്കാൻ സാധിക്കുകയില്ല, നീ കടന്നു പോയിക്കൊള്ളുക. But we are saying, പക്ഷെ നമ്മൾ പറയുന്നത്, I don't think so. അങ്ങനെ ചെയ്യുവാൻ പറ്റുമോ എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. I don't think so. എനിക്കത് പറ്റുമോ എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. This morning God is giving you a promise. ഇന്ന് പകൽക്കാലം ദൈവം നിനക്ക് തരുന്ന വാഗ്ദത്തം. ചെങ്കടൽ പറയുന്നു, ഞാൻ പിളർന്നു തരാം, നീ അക്കരെ നാട്ടിൽ പ്രവേശിച്ചോളാമെന്ന്. യോർദാൻ പറയുന്നു, ഞാൻ വഴിമാറി തരാം, നീ പ്രവേശിച്ചോളാമെന്ന്. എരിഹോവിന്റെ മതിലുകൾ പറയുന്നു, ഞാൻ തകർന്നു വീഴാം, നീ അക്കരെ നാട്ടിലേക്ക് പ്രവേശിക്കുമെന്ന്. Are you willing to go? നീ കടന്നു പോകാൻ നീ തയ്യാറാണോ? Are you willing to go and possess the promised land? നീ കടന്നു ചെന്ന് വാഗ്ദത്തം അവകാശമാക്കുവാൻ നീ തയ്യാറാണോ? Are you willing to go to possess the promised നീ land? കടന്നു ചെന്ന് വാഗ്ദത്തം അവകാശമാക്കുവാൻ നീ തയ്യാറാണോ? No weapon shall prosper against you. ഒരായുധവും നിനക്കെതിരായി ഫലിക്കുകയില്ല. No weapon shall prosper against you. ഒരായുധവും ഫലിക്കുകയില്ല. Are you willing to go? നീ കടന്നു പോകാൻ തൽപരനാണോ? Are you willing to go? നിനക്ക് കടന്നു പോകാൻ മനസ്സുണ്ടോ? This morning that is my challenge. ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളോടുള്ള വെല്ലുവിളി അതാണ്. The message that God has given to me is from the book of Nehemiah chapter 2 verse 5. നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായത്തിലെ 5-ാമത്തെ വാക്യമാണ് നിങ്ങളോട് പങ്കുവയ്ക്കുവാനുള്ള ദൂതായി കർത്താവ് എനിക്ക് തന്നത്. And the title of my message is this. എന്റെ പ്രസംഗത്തിന്റെ ശീർഷകം എന്ന് പറയുന്നത്, Send me to rebuild. വീണ്ടും പണിയുവാനായി എന്നെ അയക്കുക. Send me to rebuild. വീണ്ടും പണിയുവാനായി എന്നെ അയക്കുക. That was the request of Nehemiah to the king. രാജാവിനോടുള്ള നെഹമ്യാവിന്റെ അഭ്യർത്ഥന അതായിരുന്നു. Nehemiah was telling to the king, send me to rebuild. നെഹമ്യാവ് രാജാവിനോട് പറഞ്ഞു, രാജാവേ, തിരുവുള്ളമുണ്ടായിട്ട് വീണ്ടും പണിയുവാൻ എന്നെ അയക്കണമേ. If there is anybody is going to ask like this, God is going to grant their decision. ഈ കൂടിയിരിക്കുന്ന ആരെങ്കിലും കർത്താവിനോട് അങ്ങനെ അപേക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തെ കർത്താവ് സാധിപ്പിച്ചു തരും. I would like to explain 5 things from this passage. ഈ തിരുവെഴുത്തിൽ നിന്നും 5 കാര്യങ്ങളെ ഞാൻ വിശദീകരിക്കുവാൻ From the ആഗ്രഹിക്കുന്നു. life of Nehemiah. നെഹമ്യാവിന്റെ ജീവിതത്തിൽ നിന്ന്. I know that I taught this in my leadership classes. എനിക്കറിയാം, നേതൃത്വ പരിശീലന ക്ലാസ്സിൽ ഞാനിത് പഠിപ്പിച്ചു കഴിഞ്ഞ വിഷയമാണ്. But I didn't teach this. ഞാനിത് പഠിപ്പിച്ചിട്ടില്ല. I taught the book of Nehemiah. എനിക്കറിയാം, ഞാൻ നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നിന്നാണത്. But I didn't teach this portion. പക്ഷേ ഞാൻ ഈ വേദഭാഗം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. And this morning the Holy Spirit put this message in my heart. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിൽ തന്ന ദൂതാണ്. Send me to rebuild. വീണ്ടും പണിയുവാൻ എന്നെ അയക്കണമേ. പണിയുവാൻ എന്നെ അയക്കണമേ. Send me to rebuild. വീണ്ടും പണിയുവാൻ എന്നെ അയക്കണമേ. Who is this man? ആരാകുന്നു ഈ മനുഷ്യൻ? Who was this man, Nehemiah? നെഹമ്യാവ് എന്ന് പറയുന്ന മനുഷ്യൻ ആരാകുന്നു? He was not a pastor. അവൻ ഒരു പാസ്റ്റർ അല്ല. He was not a pastor. അവനൊരു പാസ്റ്റർ ആയിരുന്നില്ല. He was not a priest. അവനൊരു പുരോഹിതനായിരുന്നില്ല. He was not a prophet. അവനൊരു പ്രവാചകനായിരുന്നില്ല. He was not an anointed king. അവൻ അഭിഷേകം ചെയ്യപ്പെട്ട രാജാവായിരുന്നില്ല. They are the 5 people who have the anointing. അന്ന് കാലഘട്ടത്തിൽ അവർക്കായിരുന്നു പ്രവചനം, അവർക്കായിരുന്നു ശുശ്രൂഷിക്കാനുള്ള അഭിഷേകം ഉണ്ടായിരുന്നത്. They were the people who claimed that they had the anointing. അവർ ഈ പറയുന്നവരായിരുന്നു അവർ തങ്ങളാൽ അഭിഷേകം പ്രാപിച്ചവരെന്ന് അവകാശപ്പെട്ടിരുന്നവർ. Nehemiah was not a pastor. നെഹമ്യാവ് ഒരു പാസ്റ്റർ ആയിരുന്നില്ല. Nor a priest. ഒരു പുരോഹിതനായിരുന്നില്ല. Nor a prophet. ഒരു പ്രവാചകനായിരുന്നില്ല. Not a king. ഒരു രാജാവായിരുന്നില്ല. An ordinary lay person. ഒരു സാധാരണക്കാരനായ മനുഷ്യൻ. A cupbearer in the palace. രാജാവിന്റെ കൊട്ടാരത്തിലെ ഒരു പാനപാത്രവാഹകൻ. A cupbearer in the palace. കൊട്ടാരത്തിലെ പാനപാത്രവാഹകൻ. But that man had a passion. പക്ഷേ ആ മനുഷ്യൻ ഒരു വികാരാഭിനിവേശം ഉണ്ടായിരുന്നു. He had a passion. അവനൊരു വികാരാഭിനിവേശം ഉണ്ടായിരുന്നു. A passion. ഒരു ഹൃദയാഭിലാഷം ഉണ്ടായിരുന്നു. To rebuild the walls of Jerusalem. തകർന്നു കിടക്കുന്ന യെരുശലേമിന്റെ മതിലുകളെ പുതുക്കി പണിയുക. To
rebuild that ruined city. തകർന്നു കിടക്കുന്ന പട്ടണത്തെ പുനർസൃഷ്ടിക്കുക. And he, with that passion, he went to the king. അവൻ ആ ഹൃദയാഭിലാഷത്തോടു കൂടി രാജസന്നിധിയിലേക്ക് കടന്നു With ചെല്ലുകയാണ്. that passion, he went to his master. തന്റെ യജമാനന്റെ അടുത്തേക്ക് അടങ്ങാത്ത ദാഹവുമായി അവൻ കടന്നു With ചെല്ലുന്നു. that passion, he went to the employer. തന്റെ യജമാനന്റെ അടുത്തേക്ക് അവൻ ഈ ആഗ്രഹത്തോടെ കടന്നു ചെല്ലുന്നു. And he's asking a request to him. അവൻ തന്റെ മുമ്പാകെ ഒരു അപേക്ഷ ഉണർത്തിക്കുകയാണ്. Send me to rebuild. വീണ്ടും പണിയുവാനായി എന്നെ അയക്കണമേ. Send me to rebuild. വീണ്ടും പണിയുവാനായി എന്നെ അയക്കണമേ. This morning, the Holy Spirit is challenging this church to pray this prayer. If we can pray, Lord, send me to rebuild, He's going to send you. ഇന്ന് പകൽക്കാലം ഈ സമൂഹത്തോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പറയുവാനുള്ളത്, നിങ്ങൾ കർത്താവിനോട് കർത്താവേ വീണ്ടും പണിയുവാനായി എന്നെ അയക്കണമേ എന്നുള്ള അപേക്ഷയാണെങ്കിൽ നിങ്ങളുടെ അപേക്ഷ കർത്താവ് സാധിപ്പിച്ചു The തരും. Holy Spirit is telling there are so many ruined families around you. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു കാര്യം വ്യക്തമായി പറയുന്നു, നമുക്ക് ചുറ്റും തകർന്ന അനേകം കുടുംബങ്ങളുണ്ട്, Ruined people, തകർന്ന വ്യക്തി ജീവിതങ്ങളുണ്ട്, ruined cities, തകർന്ന പട്ടണങ്ങളുണ്ട്, ruined villages, തകർന്ന ഗ്രാമങ്ങളുണ്ട്, ruined businesses, തകർന്ന വ്യാപാരങ്ങളുണ്ട്, ruined families. തകർന്ന കുടുംബ ബന്ധങ്ങളുണ്ട്. Will you pray tonight, this morning, Lord, send me over there? ഇന്ന് പകൽക്കാലം നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? കർത്താവേ അവിടങ്ങളിലേക്ക് എന്നെ അയക്കണമേ എന്ന്. In your own family, there are ruined people. നിന്റെ കുടുംബത്തിൽ പോലും ശിഥിലമായ ബന്ധങ്ങളുള്ള വ്യക്തികളുണ്ട്. Your friends are ruined. നിന്റെ സുഹൃത്തുക്കൾ ശിഥിലീകരിക്കപ്പെട്ടിരിക്കുന്നു. Your relatives are ruined. നിന്റെ ചാർച്ചക്കാർ ചിഹ്ന ഭിന്നമാക്കപ്പെട്ടിരിക്കുന്നു. They are God and they live in great tragedy. അവർ അനേകമായ നിരവധിയായ ദുരന്തങ്ങളിലൂടെ കടന്നു പോകുന്നു. They live in shame. അവർ നിത്യലജ്ജയ്ക്കായി ജീവിച്ചുകൊണ്ടിരിക്കുന്നു. Nobody have any hope for them. എത്ര പേരിൽ അവരിൽ പ്രത്യാശയുണ്ട്? Nobody has any hope for them. ഇവരിൽ ആർക്കും തന്നെ ഒരു പ്രത്യാശയില്ല. They are living in a pathetic situation. അത്രമാത്രം ദയനീയമായ അവസ്ഥയിലാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. When Nehemiah heard about that situation, നെഹമ്യായ ഇത്തരം അവസ്ഥയെ കണ്ടപ്പോൾ, when Nehemiah heard the ruined situation of the city, പട്ടണത്തിന്റെ തകർന്ന അവസ്ഥയെ കുറിച്ചുള്ള വാർത്ത നെഹമ്യ കേട്ടപ്പോൾ a passion was created in him. അവന്റെ ഹൃദയത്തിൽ ഒരു അഭിലാഷം നുരഞ്ഞു വന്നു. A passion was created. ഒരു ഹൃദയാഭിലാഷം അവനിൽ ജന്മമെടുത്തു. And he said to the king, അവൻ രാജാവിനോട് ഇങ്ങനെ പറഞ്ഞു. he said, oh, my job is not important to me. രാജാവിനോട് പറഞ്ഞു, അല്ലയോ രാജാവ്, എന്റെ ജോലി എനിക്ക് പ്രധാനപ്പെട്ട ഒന്നല്ല. My security is not important. എന്റെ സുരക്ഷിതത്വം എനിക്ക് പ്രശ്നമുള്ള കാര്യമേ അല്ല. I am in a well set up position now. ഞാനിപ്പോൾ തീർത്തും സുരക്ഷിതമായ അവസ്ഥയിലാണ്. I am in a well employed situation. ഞാനിപ്പോൾ തീർത്തും സുരക്ഷിതമായ അവസ്ഥയിലാണ്. When I see the ruined families around me, എനിക്ക് ചുറ്റുമുള്ള ശിഥിലമായ കുടുംബങ്ങളെ ഓർത്ത് ഞാൻ ഭാരപ്പെടുന്നു. when I see the ruined families in my city, എന്റെ പട്ടണത്തിലുള്ള തകർന്ന കുടുംബങ്ങളെ ഞാൻ കാണുമ്പോൾ my job is nothing. എന്റെ ജോലി അതിനു മുമ്പിൽ എനിക്ക് പ്രശ്നമേ അല്ല. I cannot continue in this situation. എനിക്ക് ഈ അവസ്ഥയിൽ തുടരുവാൻ എന്നെ കൊണ്ട് സാധിക്കുകയില്ല. I don't have a peace of mind. എനിക്കൊരു മനസമാധാനമില്ല. I am so restless. ഞാൻ അത്യന്തം I അസ്വസ്ഥനായിരിക്കുന്നു. cannot enjoy this job anymore. എനിക്ക് ഇനിയും ഈ അവസ്ഥയിൽ ഈ ജോലി ആസ്വദിക്കുവാൻ കഴിയുകയില്ല. I cannot live like this anymore. എനിക്ക് ഈ തുടർന്നും ഇതുപോലെ ജീവിക്കുവാൻ കഴിയുകയില്ല. Would you please send me to rebuild that family? ആ കുടുംബത്തെ വീണ്ടും പണിതെടുക്കുവാൻ എന്നെ അയക്കാമോ? Would you please send me to rebuild that friends? നിനക്ക് എന്റെ കുടുംബത്തെ, എന്റെ കൂട്ടുകാരുടെ ബന്ധത്തെ പുനർനിർമ്മിക്കുവാൻ നിനക്ക് എന്നെ അയക്കുവാൻ പ്രസാദമുണ്ടോ? That was the cry and passion of Nehemiah. നെഹമ്യാവിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹവും അഭിലാഷവും The അതായിരുന്നു. Holy Spirit is looking for people like that. അതുപോലെയുള്ള വ്യക്തി ജീവിതങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നോക്കി Is പാർക്കുന്നു. there anybody over here with a passion for souls? അതുപോലെയുള്ള ആത്മാക്കളെ പ്രതി അതുപോലെ ഹൃദയാഭിലാഷമുള്ള വ്യക്തി ജീവിതങ്ങൾ ഉണ്ടോ? Is there anybody who cries for souls? ആത്മാക്കൾക്ക് വേണ്ടി കരയുന്ന വ്യക്തികളുണ്ടോ? Is there anybody who cries to build people? ജനങ്ങളെ പണിതെടുക്കുവാനുള്ള ആഗ്രഹമുള്ള വ്യക്തികളുണ്ടോ? Is there anybody who is ready to go and stretch their hand and rescue these people? നിങ്ങളുടെ കരങ്ങളെ നീട്ടി തകർന്നിരിക്കുന്ന നാമാവശേഷമായി കൊണ്ടിരിക്കുന്ന ജനത്തെ വലിച്ചെടുക്കുന്ന ജനങ്ങൾ ഇവിടെയുണ്ടോ? Nehemiah is crying to his master. നെഹമ്യാവ് തന്റെ യജമാനനോട് കരഞ്ഞപേക്ഷിച്ചു. Send me, master. യജമാനനെ എന്നെ അയച്ചാലും, Send me, master. യജമാനനെ എന്നെ അയച്ചാലും Rebuild my city. എന്റെ പട്ടണത്തെ പുതുക്കി പണിയുവാൻ, The city that has been captured and destroyed by the enemy. ശത്രുവായവൻ പിടിച്ചുകൊണ്ടുവന്ന് തകർന്ന് നാമാവശേഷമായ ചണ്ടിക്കൂമ്പാരമായ എന്റെ നഗരത്തെ, The city that had the glory of God once.
ഒരിക്കൽ ഒരു കാലത്ത് ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി നിവരെ നിന്ന പട്ടണം now it is destroyed. ഇപ്പോൾ അത് It is നാമാവശേഷമായിരിക്കുന്നു. burned. ഇപ്പോൾ കത്തിയിരിക്കുന്നു. There is nothing to hope for. പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത There അവസ്ഥയിലായിരിക്കുന്നു. is nothing to look for. ആർക്കും അതിനെ നോക്കുവാൻ കഴിയാത്ത I അവസ്ഥയിലായിരിക്കുന്നു. cannot enjoy my job. ഈ അവസ്ഥയിൽ എനിക്ക് എന്റെ അവസ്ഥയിൽ സന്തോഷിക്കുവാൻ I കഴിയുകയില്ല. cannot enjoy my position. എനിക്ക് എന്റെ സ്ഥാനത്തിൽ അടങ്ങിയിരിക്കുവാൻ I കഴിയുകയില്ല. cannot enjoy my food. എനിക്ക് എന്റെ ഭക്ഷണത്തിൽ തൃപ്തനാവുവാൻ കഴിയുകയില്ല. Something is bothering me. എന്തൊക്കെയോ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. Something is stirring in my heart. എന്റെ ഹൃദയത്തെ പിടിച്ചുലച്ചുകൊണ്ടിരിക്കുന്നു. Master, യജമാനനെ King, എനിക്ക് അനുവദിച്ചാലും King, രാജാവേ would you please send me? എന്നെ അങ്ങോട്ട് അയക്കാമോ? Send me to build. പണിയുവാനായി എന്നെ അയച്ചാലും. I know. This morning God is going to set apart and call forth people to build his kingdom. എനിക്കറിയാം ഇന്ന് പകൽക്കാലം ദൈവം ചില വ്യക്തികളെ വിളിച്ച് വേർതിരിച്ചാക്കി തന്റെ രാജ്യത്തിന്റെ വിസ്തൃതിക്കും കെട്ടുപണിക്ക് വേണ്ടി തനിക്ക് വേണ്ടി വേർതിരിക്കുന്ന ദിവസമാണിത്. Some of you are going to get rid of your jobs and positions and come out to build the kingdom of God. ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി നിങ്ങളിൽ ചിലർക്ക് നിങ്ങളുടെ സ്ഥാനത്തെയും മാനത്തെയും ജോലിയെയും ത്യജിക്കേണ്ടതായി വന്നേക്കാം. At the time of Nehemiah there were prophets. നെഹമ്യാവിന്റെ കാലഘട്ടത്തിൽ ആ തലമുറയിൽ പ്രവാചകന്മാരുണ്ടായിരുന്നു. There were priests and high priests. പുരോഹിതന്മാരും മുഖ്യ പുരോഹിതന്മാരും There ഉണ്ടായിരുന്നു. were elders and leaders. മൂപ്പന്മാരും നേതാക്കന്മാരും ഉണ്ടായിരുന്നു. But none of them had this passion. പക്ഷെ ആർക്കും ഇതുപോലൊരു ഹൃദയാഭിലാഷം ഉണ്ടായിരുന്നില്ല. The one who's supposed to build that nation are no more interested in building the nation. രാഷ്ട്രത്തെ പുനർനിർമ്മിക്കേണ്ട പണിതെടുക്കേണ്ട ബാധ്യതയുള്ള ജനങ്ങൾക്ക് ആർക്കും തന്നെ ഇതുപോലുള്ള ഒരു എരിവുണ്ടായിരുന്നില്ല. A layman, ഒരു സാധാരണക്കാരൻ, an ordinary man, ഒരു സാധാരണ a മനുഷ്യൻ, cupbearer രാജാവിന്റെ പാനപാത്രവാഹകൻ, got this passion. ആ വ്യക്തിക്കാണ് ഈ ഹൃദയാഭിലാഷം Today ലഭിച്ചത്. the Holy Spirit is looking, is there anyone who has a passion to rescue their generation? തന്റെ തലമുറയെ നശിച്ചുകൊണ്ടിരിക്കുന്ന തലമുറയെ വലിച്ചെടുത്ത് രക്ഷിക്കുവാനുള്ള ഹൃദയാഭിലാഷമുള്ള ഒരു കൂട്ടം ജനത്തെയാണ് ദൈവം നോക്കുന്നത്. God is looking for people who has a passion. ഹൃദയാഭിലാഷമുള്ള ദൈവത്തിന് വേണ്ടി എരിവോടെ നിൽക്കുന്ന ജനത്തെയാണ് ദൈവം നോക്കുന്നത്. And Nehemiah was a man of passion. അതുപോലുള്ള എരിവുള്ള ഹൃദയാഭിലാഷമുള്ള വ്യക്തിയായിരുന്നു ആ തലമുറയിൽ നെഹമ്യ. Secondly, രണ്ടാമതായി because of his passion, he prepared himself. തന്റെ ഹൃദയാഭിലാഷമുള്ളത് കൊണ്ട് താൻ തന്നെ ആ ദൗത്യത്തിന് വേണ്ടി ഒരുക്കി. Because his passion was so high, he prepared himself. തന്റെ ഹൃദയാഭിലാഷം അത്രമാത്രം ഉന്നതവും ഉദാത്തവുമായിരുന്നത് കൊണ്ട് നെഹമ്യ തന്നെ ഒരുക്കി. The passion made him restless. ആ ഹൃദയാഭിലാഷം അവനെ അസ്വസ്ഥനാക്കി തീർത്തു. So that passion prepared himself for a mission. ആ ഒരു വികാരമുണ്ടല്ലോ അത് തന്നെ ദൗത്യത്തിന് വേണ്ടി അവനെ നിയോഗിച്ചു. Hey, that prepared him. അതിനായിട്ട് ഒരുക്കി. He prepared himself. അവൻ തന്നെ ആ ദൗത്യത്തിന് വേണ്ടി ഒരുക്കിയെടുത്തു. Because of the passion. കാരണം ആ ഹൃദയാഭിലാഷം. Your preparation will show your passion. നിന്റെ ഹൃദയാഭിലാഷം കാണിക്കുന്ന നിന്റെ ഒരുക്കം കാണിക്കും നിന്റെ ഹൃദയാഭിലാഷം എന്താണ് എന്നുള്ളത്. Your preparation will show who you are. നിന്റെ ഒരുക്കം കാണിക്കും നീ ആരാകുന്നു Your എന്നുള്ളത്. preparation will show what is your passion. നിന്റെ ഹൃദയാഭിലാഷം എന്താണെന്ന് വിളിച്ചു പറയുന്നത് നിന്റെ Your ഒരുക്കമായിരിക്കും. preparation will declare to the world your passion. നിന്റെ ഒരുക്കമാണ് ലോകത്തോട് വാക്കും ഭാഷണവും കൂടാതെ വിളിച്ചു പറയുന്നത് നീ ആരാകുന്നു എന്ന്. Nehemiah prepared himself because he had a high passion to rescue his land and his people. തന്റെ ജനത്തെയും തന്റെ ദേശത്തെയും വീണ്ടെടുക്കുവാനുള്ള വിടുവിക്കുവാനുള്ള രക്ഷിക്കുവാനുള്ള അടങ്ങാത്തൊരാഗ്രഹമായിരുന്നു അത്തരം ഒരു ഒരുക്കത്തിലേക്ക് നെഹമ്യാവിനെ നടത്തിയത്. Thirdly, മൂന്നാമതായി he prepared himself through prayer and fasting. നെഹമ്യ തന്നെ ഒരുക്കിയത് ഉപവാസത്താലും പ്രാർത്ഥനയാലുമായിരുന്നു. Preparation doesn't mean having a good body and keeping you healthy. ഒരുക്കം എന്നുള്ളത് കൊണ്ട് നിനക്ക് നല്ല ആരോഗ്യവും നല്ല ശരീരവും കാത്തു സൂക്ഷിക്കുക എന്നല്ല അതിന്റെ അർത്ഥം. How did Nehemiah prepare for the mission? എങ്ങനെയായിരുന്നു ആ ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി നെഹമ്യ തന്നെ ഒരുക്കിയത്? Nehemiah prepared himself in prayer and in fasting. നെഹമ്യ തന്നെ ഒരുക്കിയത് പ്രാർത്ഥനയാലും ഉപവാസത്താലുമായിരുന്നു. Dear servants of God, പ്രിയ ദൈവത്തിന്റെ ഭൃത്യന്മാരെ, dear children of God, ദൈവമക്കളെ, you say that you are preparing yourself for the ministry. നീ പറയുന്നത് നീ ദൈവത്തെ ശുശ്രൂഷിക്കുന്നു എന്നുള്ളതാണ്. You say that you have
have a passion to save souls. നീ പറയുന്നത് ആത്മാക്കളെ നേടുന്നതിൽ നിനക്ക് അടങ്ങാത്ത ആഗ്രഹമുണ്ടെന്നാണ്. You say that you are doing something for the kingdom of നീ God. പറയുന്നത് ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി അതിശയകരമായ ഒന്ന് നീ ചെയ്യുന്നു എന്നാണ്. How much time you spend in prayer? എത്രമാത്രം നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ സമയം How ചെലവഴിച്ചു? much time you spend in fasting? എത്രമാത്രം ദൈവസന്നിധിയിൽ നീ ഉപവാസത്തോടെ ജാഗരിച്ചു? Nehemiah prepared himself in prayer and fasting. നെഹമ്യാവ് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെയും ഉപവാസത്തോടെയും സമയം ചെലവഴിച്ചു. His passion enabled him to prepare. അവന്റെ ഹൃദയാഭിലാഷം അത്തരം ഒരു ഒരുക്കത്തിന് അവനെ പ്രാപ്തനാക്കി. And his preparation was through prayer and fasting. അവന്റെ ഒരുക്കം എന്ന് പറയുന്നത് പ്രാർത്ഥനയാലും ഉപവാസത്താലുമായിരുന്നു. I'm not against Bible colleges or seminaries. ഞാൻ ബൈബിൾ കോളേജുകൾക്കും സെമിനാരികൾക്കും എതിരല്ല. But what we need is people being prepared in prayer and in fasting. പക്ഷേ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള തങ്ങളെ ദൈവം പരമേൽപ്പിച്ച ഒരുക്കത്തിന് വേണ്ടി പ്രാർത്ഥനയിലും ഉപവാസത്തിലും സമയത്തെ ചെലവഴിക്കുക. Many times we equip them with the word of God and the knowledge. Many times we equip them with knowledge. പലപ്പോഴും നാം അറിവിനാൽ നിറയപ്പെട്ട അവസ്ഥയുണ്ടായിരിക്കുന്നു. We teach them Greek and Hebrew. നാം ഗ്രീക്ക് ഭാഷയും എബ്രായ ഭാഷയും പഠിപ്പിക്കുന്നു. We teach them Old Testament history and New Testament history. പുതിയ നിയമത്തിന്റെ ചരിത്രവും പഴയ നിയമത്തിന്റെ ചരിത്രവും നാം മറനീക്കി പഠിപ്പിക്കുന്നു. But unfortunately, നിർഭാഗ്യവശാൽ there is no fasting or prayer. നമുക്കിടയിൽ ഉപവാസവും പ്രാർത്ഥനയും അന്യം നിന്ന് പോയിരിക്കുന്നു. Nehemiah prepared himself in prayer. നെഹമ്യാ തന്നെ ഒരുക്കിയത് പ്രാർത്ഥനയിലാണ്. And Nehemiah prepared himself in fasting. നെഹമ്യാ തന്നെ ഒരുക്കിയെടുത്തത് ഉപവാസത്തിലാണ്. Why? എന്തുകൊണ്ട്? He had a passion. അവനൊരു ഹൃദയാഭിലാഷം He had a ഉണ്ടായിരുന്നു. passion. അവനൊരു അടങ്ങാത്ത ആഗ്രഹം He had ഉണ്ടായിരുന്നു. a dream. അവനൊരു ദാഹമുണ്ടായിരുന്നു. He had a dream. അവനൊരു സ്വപ്നമുണ്ടായിരുന്നു. I have to build that walls of Jericho. യഹോവയുടെ ഇടിഞ്ഞു കിടക്കുന്ന മതിലുകൾ ഞാൻ I പണിതെടുക്കും. want to rebuild the walls of Jericho. Jerusalem. ജെറുസലേമിന്റെ ഇടിഞ്ഞു കിടക്കുന്ന മതിലുകളെ ഞാൻ പണിയുമെന്നൊരു I have to ആഗ്രഹമുണ്ടായിരുന്നു. reclaim the glory of the city. ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഒരിക്കൽ നിന്ന പട്ടണത്തെ ഞാൻ പുനർനിർമ്മിക്കും. I have to reclaim the glory of the city. ഞാൻ ആ പട്ടണത്തിന്റെ ദൈവമഹത്വത്തെ ഞാൻ തിരികെ പിടിക്കും. I have to do it. ഞാനത് ചെയ്യും. That is my passion. അതാകുന്നു എന്റെ ഹൃദയാഭിലാഷം. That's why I am born in this generation. അതുകൊണ്ടാണ് ഞാൻ ഈ തലമുറയിലായിരിക്കുന്നത്. That's why God allowed me to live in this generation. അതുകൊണ്ടാണ് ഈ തലമുറയിൽ ജീവിക്കാൻ ദൈവം എന്നെ അനുവദിച്ചത്. That's why He kept me alive. അതുകൊണ്ടാണ് അവൻ എന്റെ ആയുസ്സിനെ ജീവനോടെ കാത്തത്. That's why He has kept me healthy. അതുകൊണ്ടാണ് ആരോഗ്യത്തോടെ അവൻ എന്നെ സൂക്ഷിച്ചത്. That's why He has given me education. അതുകൊണ്ടാണ് അവൻ എനിക്ക് വിദ്യാഭ്യാസം തന്നത്. I have to do it. അതുകൊണ്ട് ഞാനത് ചെയ്തേ I മതിയാകൂ. have to do ഞാനത് it. ചെയ്തേ I മതിയാകൂ. have to do it. ഞാനത് ചെയ്തേ I മതിയാകൂ. don't have time to waste anymore. എനിക്ക് മുമ്പിൽ പാഴാക്കുവാൻ ഒരു സമയം I പോലും don't have any more time. എനിക്കൊരു നാഴിക പോലും പാഴാക്കുവാനില്ല. That passion pushed him up. ഈ ഹൃദയാഭിലാഷമാണ് അവനെ മുന്നോട്ട് നയിച്ചത്. That passion pushed him up. ഈ ഹൃദയാഭിലാഷം അവനെ മുന്നോട്ട് നയിച്ചു. Dear brothers and dear പ്രിയ sisters, സഹോദരി do സഹോദരന്മാരെ, you have a passion to rescue the souls? നഷ്ടപ്പെട്ടു പോയ ആത്മാക്കളെ വീണ്ടെടുക്കുവാനുള്ള ഹൃദയാഭിലാഷം നിങ്ങൾക്കുണ്ടോ? When I get letters and invitations to go to nations, രാഷ്ട്രങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനുള്ള അഭ്യർത്ഥനകളും ക്ഷണക്കത്തുകളും എനിക്ക് ലഭിക്കുമ്പോൾ I know God has given me an anointing. എനിക്കറിയാം ദൈവം എന്നെ ഒരു അഭിഷേകം I പരമേൽപ്പിച്ചിട്ടുണ്ട്. know that God has given me a message. ദൈവം എനിക്കൊരു ദൂത് തന്നിട്ടുണ്ട്. And I know God has given me education. അതുകൊണ്ടാണ് ദൈവം എനിക്ക് വിദ്യാഭ്യാസം തന്നത്. And I know that's why God has left me alone, got me allowed to live all these years. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആരോഗ്യത്തോടെ ജീവിക്കുവാൻ ദൈവം എന്നെ അനുവദിച്ചത്. I have a passion. എനിക്കൊരു I ഹൃദയാഭിലാഷമുണ്ട്. have a passion. എനിക്കൊരു I ഹൃദയാഭിലാഷമുണ്ട്. cannot waste any more time. എനിക്ക് മുമ്പിൽ പാഴാക്കുവാൻ സമയമില്ല. Dear brothers and dear പ്രിയ sisters, സഹോദരി സഹോദരന്മാരെ, let me ask you a question. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. What is your passion? എന്താകുന്നു നിങ്ങളുടെ ഹൃദയാഭിലാഷം? To buy a BMW car? ഒരു BMW കാർ വാങ്ങുവാനാണോ? Or to buy a few more acres of land? കുറച്ചുകൂടി സ്ഥലം വാങ്ങിച്ചു കൂട്ടുവാനാണോ? Or build a bigger house? വലിയ ഭവനം ചമയ്ക്കുവാനാണോ? Oh, brothers and dear sisters, don't misunderstand me. പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. I am not against good car. നല്ല കാറിന് ഞാൻ എതിരുള്ള വ്യക്തിയല്ല. I'm not against good houses. നിങ്ങൾ നല്ല ഭവനങ്ങളിൽ പാർക്കുന്നതിൽ എനിക്ക് വിമുഖതയില്ല. I'm not against good clothes. നല്ല വസ്ത്രങ്ങൾ നിങ്ങൾ ധരിക്കുന്നതിനോ എനിക്ക് My വിരോധമില്ല. passion is not പക്ഷേ that. ഇതൊന്നുമല്ല എന്റെ ഹൃദയാഭിലാഷം. My passion is not that. എന്റെ മുൻ
മുൻഗണന ഇതിനൊന്നുമല്ല. I have to build the ruined cities. തകർന്നിരിക്കുന്ന പട്ടണത്തെ പണിയുക. I have to build the ruined people. തകർന്ന ജീവിതങ്ങളെ പണിതെടുക്കണം. I have to build the ruined children. തകർന്നിരിക്കുന്ന തലമുറയെ പുനരുദ്ധരിക്കണം. I have to build the ruined kingdom. തകർന്ന ഈ രാജ്യത്തെ എനിക്ക് ഉദ്ധരിക്കണം. Dear brothers and dear sisters, സഹോദരി സഹോദരന്മാർ, what is your passion? എന്താകുന്നു നിങ്ങളുടെ ആഗ്രഹം? What is your passion? എന്താകുന്നു നിങ്ങളുടെ വികാരാഭിനിവേശം? Whatever may be your passion, you will use your energy for the fulfillment of that passion. നിങ്ങളുടെ ഹൃദയാഭിലാഷം എന്ത് തന്നെയായിരുന്നെങ്കിലും നിങ്ങളുടെ മുഴു ശക്തിയും നിങ്ങൾ അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഉപയോഗിക്കും. What is your passion this morning? ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഹൃദയാഭിലാഷം എന്താകുന്നു? What is your desire? എന്താകുന്നു നിങ്ങളുടെ ഹൃദയത്തിന്റെ What വാഞ്ച? is the burning desire in you? നിങ്ങളിലുള്ള കത്തുന്ന ആഗ്രഹം എന്താകുന്നു? What does it mean, passion? ഈ ഹൃദയാഭിലാഷം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? The thing that burns you and bothers you when you are awake or even when you sleep. നീ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും വിടാതെ വണ്ണം നിന്റെ ഹൃദയത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്ന, നിന്നെ സദാ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ചിന്ത. The things that bothers you all the time. നിന്റെ മുഴു ജീവിതത്തിലും നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ചിന്ത. And Nehemiah had a passion. നെഹമ്യാവിന് അത്തരം ഒരു ഹൃദയാഭിലാഷമുള്ള വ്യക്തിയായിരുന്നു. Not to get a promotion, ഒരു സ്ഥാനക്കയറ്റത്തിന് വേണ്ടിയുള്ളതായിരുന്നില്ല അത്. not to become the next king in the kingdom, ആ രാജ്യത്തിൽ അടുത്ത രാജാവായി തീരേണ്ടതിന് വേണ്ടിയുള്ളതായിരുന്നില്ല അത്. not to bring anybody from his family to be an employee in the palace. തന്റെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും കൊട്ടാരത്തിലേക്ക് ജോലിക്ക് ക്ഷണിക്കേണ്ടതിന് വേണ്ടിയുള്ളതായിരുന്നില്ല അത്. His passion was to build the city once was filled with the glory of God. ഒരു കാലത്ത് ദൈവമഹത്വം നിറഞ്ഞിരുന്ന ദൈവത്തിന്റെ പട്ടണത്തെ പുനരുദ്ധരിക്കാനുള്ള ഹൃദയാഭിലാഷം. To restore the city that are burned and ruined. കത്തിക്കൊണ്ടിരിക്കുന്ന ചാമ്പലായിരിക്കുന്ന ഒരു കാലത്ത് ദൈവമഹത്വം പേറിക്കൊണ്ടിരിക്കുന്ന പട്ടണത്തെ അതിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് പണിതെടുക്കുവാനുള്ള ആഗ്രഹം. To rebuild the generation that live in shame and agony. നിന്നയിലും അപമാനത്തിലുമായിരിക്കുന്ന ഒരു തലമുറയെ ഉദ്ധരിക്കാനുള്ള ആഗ്രഹം. He spent much time in prayer and fasting. അവൻ തന്റെ സമയം പ്രാർത്ഥനയിലും ഉപവാസത്തിലും ചെലവഴിച്ചു. And fourthly, നാലാമതായി he programmed a device to accomplish it. തന്റെ ലക്ഷ്യത്തെ പൂർത്തീകരിക്കുവാനുള്ള ഒരു കാര്യപരിപാടി അവൻ തയ്യാറാക്കി. He had a program how he can accomplish this. ഈ ദൗത്യത്തെ എങ്ങനെ പൂർത്തീകരിക്കാം എന്നുള്ള ഒരു കാര്യപരിപാടി അവനുണ്ടായിരുന്നു. His passion helped him to prepare himself. തന്റെ ഹൃദയാഭിലാഷം അത് സജ്ജീകരിക്കുന്നതിൽ തയ്യാറാക്കുന്നതിൽ അവനെ സഹായിച്ചു. And he prepared himself in prayer and fasting. തന്റെ ഒരുക്കത്തിൽ താൻ ഒരുങ്ങുവാനായി താൻ തെരഞ്ഞെടുത്ത മാധ്യമം പ്രാർത്ഥനയും ഉപവാസവും. പ്രാർത്ഥനയിലും ഉപവാസത്തിലും കൂടെ അവൻ തന്നെ താൻ ഒരുക്കി. And he prepared a program. അവൻ ഒരു കാര്യപരിപാടി തയ്യാറാക്കി. He prepared a program. അവൻ ഒരു കാര്യപരിപാടി തയ്യാറാക്കി. This is the way that I am going to transform the city. ഈ പട്ടണത്തെ രൂപാന്തരപ്പെടുത്തുവാനായി ഞാൻ ഉപയോഗിക്കുന്ന മാർഗം ഇതാകുന്നു. This is the way that I am going to change my people. എന്റെ ജനത്തിന്റെ ഭാഗധേയത്തെ മാറ്റിമറിക്കുവാനായി ഞാൻ ഉപയോഗിക്കുന്ന മാർഗം ഇതാകുന്നു. This is the way that I am going to change my destiny. എന്റെ ഭാഗധേയത്തെ അപ്പാടെ മാറ്റിമറിക്കുവാനായി ഞാൻ ഉപയോഗിക്കുന്ന മാർഗം ഇതായിരുന്നു. This is the way that I am going to rebuild my city. എന്റെ പട്ടണത്തെ പുനരുദ്ധരിക്കുവാനായി ഞാൻ ഉപയോഗിക്കുന്ന മാർഗം ഇതാകുന്നു. Dear brother and dear sister, സഹോദരി do you സഹോദരന്മാരെ, have a program? നിനക്കൊരു കാര്യപരിപാടി ഉണ്ടോ? Or are you still praying and fasting? അതോ നീ ഇപ്പോഴും പ്രാർത്ഥനയും ഉപവാസത്തിലുമാണോ സമയം ചെലവഴിക്കുന്നത്? Recently I met a person. ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു വ്യക്തിയെ കണ്ടു. Because 4 years ago he said, I wanted to do something for the Lord and his kingdom. 4 വർഷങ്ങൾക്ക് മുമ്പ് ആ വ്യക്തി എന്നോട് പറഞ്ഞു, ദൈവരാജ്യത്തിന് വേണ്ടി ചിലതൊക്കെ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. After 4 years I met him. 4 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആ വ്യക്തിയെ കണ്ടു. And I asked Thomas, what are you doing now? തോമസ്, എന്താകുന്നു നിന്റെ ഇപ്പോഴത്തെ I'm അവസ്ഥ? still praying. അദ്ദേഹം ഒരു പാസ്റ്ററെ, ഞാൻ ഇപ്പോഴും I'm പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. still praying. ഞാൻ ഇപ്പോഴും For the പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. last 4 years he's still praying. കഴിഞ്ഞ 4 വർഷമായി ആ വ്യക്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. He doesn't have a program. അവൻ ഒരു കാര്യപരിപാടിയുമില്ല. He hasn't chalked a program. He hasn't chalked a program. അവനവന്റെ കാര്യപരിപാടിയിൽ ബന്ധിക്കപ്പെട്ട അവനൊരു അവസ്ഥയിലായിരുന്നില്ല. കാര്യപരിപാടി സന്നദ്ധമാക്കിയിട്ടില്ല, സജ്ജമാക്കിയിട്ടില്ല. He doesn't have a program. അവനൊരു കാര്യപരിപാടിയേ ഇല്ല. He has a passion. അവനൊരു ഹൃദയാഭിലാഷം ഉണ്ടായിരുന്നു. Or he has a vision. ഒരു പക്ഷെ അവനൊരു ദർശനം ഉണ്ടായിരുന്നിരിക്കാം. And he is preparing himself. അവൻ തന്നെ അതിനുവേണ്ടി ഒരു പക്ഷെ And ഒരുക്കിയിട്ടുണ്ടായിരിക്കാം. for the last years he is fasting and praying. കഴിഞ്ഞ 4 വർഷവുമായി ആ ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ആ വ്യക്തി പ്രാർത്ഥിച്ചും ഉപവസിച്ചും The കൊണ്ടിരിക്കുന്നു. money he spent on fasting and prayer, if he would have used for evangelists, at least 100 people have come to the Lord. തനിക്കുള്ള ശേഷി മുഴുവൻ പ്രാർത്ഥനയ്ക്ക് ഉപവാസത്തിനും വേണ്ടി ചെലവഴിച്ചു. അത് ദൈവരാജ്യത്തിന് വേണ്ടി ചെലവഴിച്ചിരുന്നുവെങ്കിൽ
സുവിശേഷീകരണത്തിന് വേണ്ടി അത് ഉപയോഗിക്കാമായിരുന്നു, നല്ല നിലയ്ക്ക് ഉപയോഗിക്കാമായിരുന്നു. ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇവൻ ചെലവഴിച്ച പൈസ സുവിശേഷീകരണത്തിന് ഉപയോഗിച്ചായിരുന്നെങ്കിൽ 10 പേര് സഭയിലെങ്കിലും വന്നേനെ. Still prayer. ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. Dear brothers and dear sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, the passion will enable you to program something for your vision. നിങ്ങളുടെ ദർശനത്തെ ആളിക്കത്തിക്കുന്ന തരത്തിലുള്ള ഒരു പദ്ധതി തയ്യാറാക്കുവാൻ നിങ്ങളുടെ ഒരുക്കം നിങ്ങളെ സഹായിക്കും. That's why Dr. Stalin has gone to Bengal. അതുകൊണ്ടാണ് ഡോക്ടർ സ്റ്റാലിൻ ബംഗാളിലേക്ക് പോയത്. That's why God opened the doors to be in the Lions Club to reach the high generation people. അതുകൊണ്ടാണ് ലയൺസ് ക്ലബിലൂടെ ലോക സമൂഹത്തിലെ കുബേരന്മാരെ എത്തിപ്പിടിക്കേണ്ടതിന് വേണ്ടി വാതിലുകളെ ദൈവവൃത്തിന് മുമ്പിൽ തുറന്നു കൊടുത്തത്. That's why God asked him to open a school over there. അതുകൊണ്ടാണ് ആ ദേശത്ത് ഒരു സ്കൂൾ തുറക്കുവാൻ ദൈവം ഒരു ആശയം കൊടുത്തത്. He had a program. അദ്ദേഹത്തിന് ഒരു പദ്ധതി He ഉണ്ടായിരുന്നു. prepared a program. അദ്ദേഹം തന്റെ പദ്ധതിക്ക് വേണ്ടി ഒരുങ്ങിയ And വ്യക്തിയായിരുന്നു. through the schools he is planting churches. തന്റെ സ്കൂൾ താൻ നടത്തുന്ന സ്കൂളിലൂടെ സഭയുടെ പോഷണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അദ്ദേഹം കണ്ടെത്തുന്നു. Through the schools he is planting churches സ്കൂളിലൂടെ അദ്ദേഹം സഭ സ്ഥാപിക്കുന്നു. and supporting missionaries തന്റെ മിഷണറിമാരെ സഹായിക്കുന്നു. and building the kingdom of God. ദൈവത്തിന്റെ രാജ്യത്തെ പണിതെടുക്കുന്നു. Why? എന്തുകൊണ്ട്? There was a passion. അതിന് പിന്നിൽ ഒരു ഹൃദയാഭിലാഷമുണ്ട്. And he prepared himself. അതിനുവേണ്ടി തന്നെ ഒരുക്കി. I taught him only in the Bible school. ഞാൻ ബൈബിൾ സ്കൂൾ മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. And he didn't stop there. അവൻ അവിടെ കൊണ്ട് നിർത്തിയില്ല. He went higher. അവൻ ഉപരിപഠനത്തിലേക്ക് കടന്നുപോയി. Did his masters. ബിരുദാനന്തര ബിരുദം നേടി. And did his LLB. തന്റെ നിയമ പഠനം പൂർത്തിയാക്കി. And did the doctorate. അതിൽ ഡോക്ടറേറ്റ് എടുത്തു. Why did he do all these things? എന്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തത്? It is not just to put a DR before the name. തന്റെ പേരിന് മുമ്പാകെ ഒരു ഡോക്ടർ എന്ന വിശേഷണം വെക്കേണ്ടതിന് വേണ്ടിയിട്ടല്ല. If that was the only thing, we could have paid $50 and got a DR. $50 കൊടുത്താൽ നമ്മുടെ പേരിന് മുമ്പേ DR എന്ന് വെക്കുന്ന വിശേഷണം കിട്ടും. That was not the issue. അതല്ല പ്രശ്നം. He was preparing himself തന്നെ ആ വ്യക്തി ഒരുക്കി. for the program given by God. ദൈവം തന്നിൽ ബലമേൽപ്പിച്ച പദ്ധതിക്ക് For വേണ്ടി. a program given by God. ദൈവം തന്നിൽ ബലമേൽപ്പിച്ച പദ്ധതിയുടെ For a പൂർത്തീകരണത്തിന് വേണ്ടി. God-given vision. ദൈവം തനിക്ക് കൈമാറിയ ദർശനത്തിന് Dear വേണ്ടി. brothers and dear പ്രിയ sisters, സഹോദരി do സഹോദരന്മാരെ, you have a program to reach this ഈ generation? തലമുറയിലേക്ക് എത്തിപ്പെടേണ്ടതിന് വേണ്ടി ഒരു കാര്യപരിപാടി നിനക്കുണ്ടോ? Do you have a program to reach your neighbor? നിന്റെ അയൽപക്കക്കാരിലേക്ക് കടന്നു ചെല്ലുവാനുള്ള കാര്യപരിപാടി നിനക്കുണ്ടോ? Do you have a program to reach your neighborhood? നിന്റെ അയൽപക്കങ്ങളെ സന്ധിക്കുവാനുള്ള കാര്യപരിപാടി നിനക്കുണ്ടോ? Do you have a program to reach your city? നിന്റെ പട്ടണത്തെ സ്പർശിക്കുവാനുള്ള കാര്യപരിപാടി നിനക്കുണ്ടോ? Do you have a program to reach the ruined generation? തകർന്നുകൊണ്ടിരിക്കുന്ന തലമുറയെ ഉദ്ധരിക്കുവാനുള്ള പദ്ധതി നിനക്കുണ്ടോ? Look around. ചുറ്റുപാടും കണ്ണോടിക്കൂ. That generation is lost തലമുറകൾ നശിച്ചു പോകുന്നു. in alcohol, മദ്യപാനത്തിൽ, in drugs, മയക്കുമരുന്നിൽ, in violence. അക്രമത്തിൽ. A generation is lost. തലമുറകൾ കൈമോശം വന്നു Do you പോയിക്കൊണ്ടിരിക്കുന്നു. have a program to reach them? നിനക്ക് അവരെ ഉദ്ധരിക്കുവാനുള്ള പദ്ധതിയുണ്ടോ? Do you have a plan to reach them? നിനക്ക് അവരിലേക്ക് കടന്നു ചെല്ലുവാനുള്ള പദ്ധതിയുണ്ടോ? Nehemiah prepared a program to build the walls of Jerusalem. യെരൂശലേമിന്റെ മതിലുകളെ നിർമ്മിക്കുവാനുള്ള ഒരു പദ്ധതി നെഹമ്യാവിനുണ്ടായിരുന്നു. And finally, അവസാനമായി he performed it. അവനത് നിർവഹിച്ചു. He performed it. അവനത് നിർവഹിച്ചു. Today I'm telling about 5 P's. ഇന്ന് 5 കൂട്ടം കാര്യങ്ങളെ ഞാൻ പറഞ്ഞു. 5 P's in English. ഇംഗ്ലീഷിൽ 5 പീകളാണ് ഞാൻ പറഞ്ഞത്. The passion of Nehemiah നെഹമ്യാവിന്റെ ഹൃദയാഭിലാഷം, and the preparation of Nehemiah, നെഹമ്യാവിന്റെ ഒരുക്കം, the prayer of Nehemiah, നെഹമ്യാവിന്റെ പ്രാർത്ഥന, the program of Nehemiah, നെഹമ്യാവിന്റെ കാര്യപരിപാടി, and finally the performance of Nehemiah. നെഹമ്യാവിന്റെ പ്രകടനം. Dear brothers and dear പ്രിയ sisters, സഹോദരി let സഹോദരന്മാരെ, me close my sermon right over here. ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. 2013 should be an year of performance for us. 2013 നമ്മുടെ ജീവിതത്തിൽ പ്രകടനത്തിന്റെ വർഷമായിരിക്കട്ടെ. Let us do something. നമ്മൾ ചെയ്തേ മതിയാകൂ. We had enough passion. നമുക്ക് ഒരുപാട് ഹൃദയാഭിലാഷങ്ങളുണ്ട്. We had enough preparation. നമുക്ക് ഒത്തിരി തയ്യാറെടുപ്പുകളുണ്ട്. We had a lot of 21 days, 41 days, 3 days, 7 days fasting and prayer. 3 ദിവസം, 7 ദിവസം, 21 ദിവസം, 41 ദിവസം ഉപവാസ പ്രാർത്ഥനകളുണ്ട്. And we had a lot of programs prepared. അനേകം കാര്യപരിപാടികളുണ്ട്. But let this be a year of performance. പക്ഷേ ഇതുവരെ അത് പ്രകടനത്തിന്റെ ഒരു വർഷത്തിലേക്ക് Year എത്തിയിട്ടില്ല. of performance. പ്രകടനത്തിന്റെ വർഷം. Let us do something this year. നമുക്ക് ഈ വർഷം എന്തെങ്കിലുമൊക്കെ ചെയ്തേ Let മതിയാകൂ. us do something.
നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാം. So let's stand in the presence of God. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. Everybody stand in the presence of God എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് and നിന്നാട്ടെ. pray to the Lord. കർത്താവിനോട് പ്രാർത്ഥിക്കുക. Lord, send me to rebuild my city. കർത്താവേ, എന്റെ പട്ടണത്തെ ഉദ്ധരിക്കുവാൻ എന്നെ അയക്കണമേ. Lord, send me to rebuild my neighbor. എന്റെ അയൽവക്കക്കാരനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ എന്നെ അയക്കണമേ. Lord, send me to rebuild your kingdom. കർത്താവേ, അങ്ങയുടെ രാജ്യത്തെ വികസിപ്പിക്കുവാൻ എന്നെ അയക്കണമേ. Lord, send me to rebuild my church. കർത്താവേ, എന്റെ സഭയെ ഉദ്ധരിക്കുവാൻ എന്നെ അയക്കണമേ. Lord, send me to rebuild my neighboring states. കർത്താവേ, എന്റെ അയൽ സംസ്ഥാനങ്ങളെ ഉദ്ധരിക്കുവാൻ എന്നെ ഉപയോഗിക്കണമേ. Lord, send me to rebuild the neighboring village. കർത്താവേ, എന്റെ അയൽ ഗ്രാമങ്ങളെ ഉദ്ധരിക്കുവാൻ എന്നെ അയക്കണമേ. Lord, send me to rebuild the neighboring districts. കർത്താവേ, അയൽ ജില്ലകളെ ഉദ്ധരിക്കുവാൻ എന്നെ അയക്കണമേ. How many of you will pray this morning? ഇന്ന് പകൽക്കാലം അതുപോലെ എത്ര പേർ പ്രാർത്ഥിക്കും? Lord, send me കർത്താവേ, എന്നെ അയച്ചാലും to build my brother, എന്റെ സഹോദരനെ ഉദ്ധരിക്കുവാൻ, to build my family. എന്റെ കുടുംബത്തെ ഉദ്ധരിക്കുവാൻ. There is a ruined business nearby, ruined business next to my shop. എന്റെ കൺമുമ്പിൽ തകർന്നുകൊണ്ടിരിക്കുന്ന അനേകം ബിസിനസ്സുകളുണ്ട്. Lord, send me over there. കർത്താവേ, എന്നെ അവിടേക്ക് അയച്ചാലും. Send me over there. കർത്താവേ, എന്നെ അവിടേക്ക് അയച്ചാലും. There is a ruined family in my neighborhood. എന്റെ തൊട്ടടുത്ത് തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമുണ്ട്. There is an alcoholic family in our street. മദ്യപാനാസക്തിയിൽ പെട്ടുകിടക്കുന്ന ഒരു കുടുംബം എന്റെ അടുത്തുണ്ട്. There is a broken family in my knowledge. ശിഥിലമായ ഒരു കുടുംബം എന്റെ വില്ലേജിലുണ്ട്. Lord, send me over there. കർത്താവേ, എന്നെ അവിടേക്ക് അയച്ചാലും. Send me over there. അവിടേക്ക് എന്നെ അയച്ചാലും. What shall I do, Lord? കർത്താവേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? If you do not know what to do to enter into that family, let me tell you something. നിങ്ങൾക്ക് എന്താണ് ആ കുടുംബത്തോടുള്ള ബന്ധത്തിൽ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. That may be an alcoholic family. That may be an alcoholic family. ഒരു പക്ഷേ ആ കുടുംബം മദ്യപാനത്തിൽ തകർന്ന കുടുംബമായിരിക്കാം. That may be a family that will never entertain a pastor. ഒരിക്കലും ഒരു പാസ്റ്ററെ സ്വീകരിക്കാത്ത കുടുംബമായിരിക്കാം. Find out the birthday of the child of that family ആ കുടുംബത്തിലെ കുഞ്ഞിന്റെ ജന്മദിനം എന്തെന്ന് കണ്ടെത്തുക. and go to that house with a cake ഒരു കേക്കുമായി ആ കുടുംബത്തിലേക്ക് കടന്നു and ചെല്ലുക. wish them a happy birthday. അവരോട് ജന്മദിനാശംസകൾ നേരുക. Don't tell gospel at that time. ആ സമയത്ത് സുവിശേഷം പറയേണ്ട ആവശ്യമില്ല. Give them a cake and wish a happy birthday. ആ കുട്ടിക്ക് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് കേക്ക് കൈമാറുക. I guarantee ഞാൻ ഉറപ്പ് പറയുന്നു, after 3 days, 3 വർഷങ്ങൾക്ക് ശേഷം, after 3 days, ദിവസങ്ങൾക്ക് that ശേഷം family will invite you. ആ കുടുംബം നിന്നോടുകൂടെ മുട്ടുമടക്കും. That door will be ആ open. കുടുംബത്തിന്റെ വാതിലുകൾ നിനക്ക് Buy a new cloth for their family. ആ കുടുംബത്തിന് വേണ്ടി പുതിയ വസ്ത്രത്തെ വാങ്ങി കൊടുക്കുക. But if you know that a child is born in that family, ആ കുട്ടി ആ കുടുംബത്തിലാണ് ജനിച്ചത് നിനക്ക് അറിയാമെങ്കിൽ, ആ കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞാൽ buy a new clothes and visit that child. പുതിയ വസ്ത്രം വാങ്ങി ആ ഭവനം സന്ദർശിക്കുക. Lord, help me to rebuild that family. കർത്താവേ, ആ കുടുംബത്തെ ഉദ്ധരിക്കുവാൻ എന്നെ ഉപയോഗിക്കണമേ. Maybe that child doesn't have any uniform to go to school. ഒരുപക്ഷേ സ്കൂളിലേക്ക് പോകുവാൻ ശരിയായ യൂണിഫോം ഇല്ലാത്തൊരു കുഞ്ഞായിരിക്കാം. Maybe that child doesn't have any school books. ഒരുപക്ഷേ സ്കൂൾ പഠിക്കുവാൻ ആവശ്യമായ പുസ്തകമില്ലാത്ത It's a കുഞ്ഞായിരിക്കാം. broken family. ശിഥിലമായ കുടുംബം, Broken family. തകർന്ന കുടുംബം, Broken family. തകർന്ന കുടുംബം. Will you pray to the Lord, Lord, use me to build that family? നിങ്ങൾക്ക് പറയാമോ, കർത്താവേ, ശിഥിലമായ തകർന്നിരിക്കുന്ന നാമാവശേഷമായി കൊണ്ടിരിക്കുന്ന ആ കുടുംബത്തെ ഉദ്ധരിക്കുവാൻ എന്നെ ഉപയോഗിക്കണമേ എന്ന്. There may be a broken business in your city. നിന്റെ പട്ടണത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ്സുകളുണ്ട്. Can you go to that shop and tell, can I pray for you? നിനക്ക് ആ കടയിലേക്ക് കടന്നു എന്ന് പറയാമോ, സഹോദരാ, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. Don't go for offering, go to pray and bless them. എന്തെങ്കിലും കിട്ടുവാൻ വേണ്ടിയല്ല പോകേണ്ടത്, കടന്നു ചെന്ന് അവരെ അനുഗ്രഹിക്കുവാൻ Tell വേണ്ടി. them, my God promised me I have to go and build your business. കടന്നു ചെന്ന് അവരോട് പറയണം, എനിക്ക് ദൈവത്തിൽ നിന്നും നിന്നെ ഉദ്ധരിക്കുവാനുള്ള വാഗ്ദത്തമുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. 2013 will be an year that God is going to use me to rebuild many broken families and broken relationship. അനേകം തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെയും ശിഥിലമായി കൊണ്ടിരിക്കുന്ന ബന്ധങ്ങളെയും ഉദ്ധരിക്കുവാനും പുനർനിർമ്മിക്കുവാനുമായി ദൈവം എന്നെ ഉപയോഗിക്കുന്ന വർഷമാണ് 2013. Go to the broken business people. തകർന്നിരിക്കുന്ന വ്യവസായ ബന്ധങ്ങളിലേക്ക് കടന്നു ചെല്ലുക. Go over there. അവിടേക്ക് കടന്നു ചെല്ലുക. Pray. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. Pray. അവർക്ക് വേണ്ടി God's പ്രാർത്ഥിക്കുക. blessings will come over there. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ അവരുടെ മേൽ ചൊരിയുക. Nehemiah prayed, നെഹമ്യാ പ്രാർത്ഥിച്ച വ്യക്തിയായിരുന്നു. send me to rebuild. പുനർനിർമ്മിക്കുവാൻ എന്നെ അയച്ചാലും. Let this year be an year of performance. ഈ വർഷം പ്രകടനത്തിന്റെ പൂർത്തീകരണത്തിന്റെ വർഷമായി തീരട്ടെ. Year of performance. പ്രകടനത്തിന്റെ വർഷമായി തീരട്ടെ. Let us do something. നമുക്ക് ചിലതൊക്കെ ചെയ്തെടുക്കാം. We have enough prayer. നമുക്ക് പ്രാർത്ഥന മതിയാക്കാം. Enough planning. നമുക്ക് ഒരുപാട് പദ്ധതികളുണ്ട്. If we had enough planning, ഒരുപാട് പദ്ധതികളെ കൊണ്ട് നാം നിറഞ്ഞു. we had enough fasting. നാം ഉപവാസത്തെ കൊണ്ട് We നിറഞ്ഞു. have been preparing for the last many years. കഴിഞ്ഞ അനേക വർഷങ്ങൾ നാം Still തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. that passion is in us.
ഇപ്പോഴും ആ ഹൃദയാഭിലാഷം നമുക്കകത്തുണ്ട്. Let's perform something. ചിലതൊക്കെ പ്രവർത്തിച്ചേ മതിയാകൂ. Let's perform something. ചിലതൊക്കെ നിർവഹിച്ചേ മതിയാകൂ. Let's perform something. ചിലതൊക്കെ പ്രവർത്തിച്ചേ മതിയാകൂ. Can you tell to the Lord, നിനക്ക് കർത്താവിനോട് ഇങ്ങനെ പറയാമോ? Lord, കർത്താവേ, I'm going to perform something. ഞാൻ ഇനി ചിലതൊക്കെ ചെയ്യുവാൻ പോവുകയാണ്. I am going to perform something. ഞാൻ ചിലതൊക്കെ ചെയ്യുവാൻ I പോവുകയാണ്. had a clear vision this morning. ഇന്ന് പകൽക്കാലം എനിക്ക് വ്യക്തമായ ദർശനം ലഭിച്ചു. I had a clear command from you this morning. കർത്താവേ, ഇന്ന് പകൽക്കാലം അങ്ങിൽ നിന്നും വ്യക്തമായ കൽപ്പന എനിക്ക് ലഭിച്ചു. I am going to do something ഞാൻ ചിലതൊക്കെ അങ്ങേക്ക് വേണ്ടി ചെയ്യുവാൻ just പോവുകയാണ്. like Nehemiah. നെഹമ്യാ ചെയ്തതുപോലെ. Just like Nehemiah. നെഹമ്യാ ചെയ്തതുപോലെ. What did Nehemiah do? നെഹമ്യാവ് എന്താണ് ചെയ്തത്? He did everything he can do തനിക്ക് തന്നെ കൊണ്ട് കഴിഞ്ഞ സകലതും ചെയ്തു. and build the walls of Jerusalem. യെരൂശലേമിന്റെ തകർന്ന മതിലുകളെ അവൻ പണിതു. By the end of this year, ഈ വർഷത്തിന്റെ അന്ത്യത്തിൽ you will see നീ കാണും some walls being built. നിനക്ക് ചുറ്റും ചില മതിലുകളെ നീ പണിതത്. You will see നീ കാണും the height of the walls are coming up and up. നീ പണിതുകൊണ്ടിരിക്കുന്ന മതിലുകളുടെ ഉയരം ദിനം പ്രതി കൂടി You വരുന്നത് will see നീ കാണും. people's being built by the power God given to you. ദൈവം നിന്നിൽ പരമേൽപ്പിച്ചിരിക്കുന്ന ദൈവിക ശക്തിയാൽ ജനങ്ങൾ ഉദ്ധരിക്കപ്പെടുന്നത്. This is an year of performance. ഈ വർഷം പ്രവൃത്തിയുടെ വർഷമായി തീരട്ടെ. To those who pray, send me to rebuild. വീണ്ടും പണിയുവാനായി എന്നെ അയക്കണമേ എന്ന് പ്രാർത്ഥിച്ചവരുടെ ജീവിതത്തിൽ Close our eyes. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. What is your passion this morning? ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഹൃദയത്തിൽ അടങ്ങാത്ത ആഗ്രഹം എന്താണ്? What do you want to do the rest of the days of this year? നിങ്ങളുടെ ഈ വർഷത്തിലെ ശിഷ്ടദിനങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുവാനായി ആഗ്രഹിക്കുന്നു? We are on the 6th day of this year. നാം ഈ വർഷത്തിന്റെ 6ാമത്തെ ദിവസത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നു. We have a lot of days ahead of us. നമുക്ക് മുമ്പാകെ നിരവധി ദിവസങ്ങൾ ഉണ്ട്. What are you going to do? എന്താകുന്നു നീ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്? What is your prayer? എന്താകുന്നു നിന്റെ പ്രാർത്ഥന? Is your prayer for some physical things or material things? ചില ഭൗതികമായ കാര്യങ്ങൾ നേടേണ്ടതിന് വേണ്ടിയിട്ടാണോ നിന്റെ പ്രാർത്ഥന? Or is it a godly desire? അതോ ദൈവികമായ ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണോ? The desire of Nehemiah was godly. നെഹമ്യാവിന്റെ ഹൃദയത്തിൽ ആഗ്രഹങ്ങൾ ദൈവികമായിരുന്നു. It was a godly desire. അത് ദൈവികമായ ആഗ്രഹമായിരുന്നു. God granted his desire. ദൈവം അവന്റെ ഹൃദയത്തിൽ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു കൊടുത്തു. This morning, ഇന്ന് പകൽക്കാലം what is your desire? എന്താകുന്നു നിന്റെ ഹൃദയാഭിലാഷം? Do you want to rebuild something? നിനക്ക് ചിലതിനെ പണിതെടുക്കുവാൻ നീ ആഗ്രഹിക്കുന്നു. I'm not asking to rebuild your house, നിന്റെ ഭവനത്തെ വീണ്ടും പുതുക്കി പണിയുവാനല്ല ഞാൻ പറയുന്നത്. to rebuild the kingdom of God. ദൈവരാജ്യം പുതുക്കി പണിയുക. Lord, I want to be a builder in your kingdom. കർത്താവേ, നിന്റെ രാജ്യത്തിൽ പുതുക്കി പണിയുന്ന ഒരുത്തനായി ഒരുത്തിയായി എനിക്ക് മാറണം. I see the brokenness of the people. ജനങ്ങളിൽ ഇരിക്കുന്ന തകർന്ന അവസ്ഥയെ ഞാൻ കാണുന്നു I കർത്താവേ. see the barrenness of people. കർത്താവിന്റെ ശോചനീയമായ അവസ്ഥയെ, മച്ചിയായ അവസ്ഥയെ ഞാൻ കാണുന്നു. I see the fruitlessness of the people. ഫലം പുറപ്പെടുവിക്കാത്ത ജനവിഭാഗത്തെ ഞാൻ കാണുന്നു. I see the pain and strain of the people. ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതയെയും വേദനയെയും ഞാൻ I കാണുന്നു. see the shame over them, O Lord. ജനങ്ങൾ പേറുന്ന നിന്ദയെ ഞാൻ കാണുന്നു. I want to rebuild them. എനിക്ക് അവരെ ഉദ്ധരിക്കണം. If you will make a decision to rebuild one person, ഒരു വ്യക്തിയെങ്കിലും ഉദ്ധരിക്കുവാനുള്ള തീരുമാനം നിങ്ങൾ എടുത്തുവെങ്കിൽ, when we gather here next year, അടുത്ത വർഷം നാം ഇവിടെ സമ്മേളിക്കുമ്പോൾ the numbers will be doubled. ഇതിന്റെ ഇരട്ടിയായിരിക്കും കൂടി വരുന്ന ജനം. Each one building one person, ഇവിടെ കൂടിയിരിക്കുന്ന ഒരു വ്യക്തിയെങ്കിലും ഉദ്ധരിച്ചാൽ our number will be doubled. കൂടി വന്നിരിക്കുന്ന ജനം ഇതല്ല, ഇതിന്റെ ഇരട്ടിയായിരിക്കും. Can you pray to the Lord? കർത്താവിനോട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാമോ? Lord, കർത്താവേ, I want to build one person ഒരു വ്യക്തിയെങ്കിലും പണിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. who is broken, തകർന്നിരിക്കുന്നവനെ, has no hope, ഒരു പ്രത്യാശയുമില്ലാത്തവരെ, who live in shame, നിന്നയിൽ ജീവിക്കുന്നവരെ, who have been discarded, തള്ളപ്പെട്ടവരെ, burned, മുറിവേറ്റവരെ, bruised. തകർന്നവരെ, I want to build a person like that. ആ വ്യക്തിയെ എനിക്ക് ഉദ്ധരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. That can be your colleague. ഒരു പക്ഷേ അത് നിന്റെ സഹപ്രവർത്തകനായിരിക്കാം. That may be the person who is studying with you. നിന്നോടുകൂടെ പഠിക്കുന്ന സഹപാഠിയായിരിക്കാം. Maybe a person who is working with you. നിന്നോടുകൂടെ ജോലി ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. Maybe your neighbor. ഒരു പക്ഷേ നിന്റെ അയൽപക്കക്കാരനായിരിക്കാം. Maybe someone who comes to work in your yard. ഒരു പക്ഷേ നിന്റെ വയൽ പ്രദേശത്ത് പ്രവർത്തിക്കുന്നവനായിരിക്കാം. Or maybe somebody who works in your kitchen. ഒരു പക്ഷേ നിന്റെ അടുക്കളയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. Can you pray to the Lord?
കർത്താവിനോട് നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? Lord, കർത്താവേ, I want to rebuild a person. ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ ഉദ്ധരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 2013, 2013 I have 360 days ahead of me. 360 ദിവസങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്. I have 360 days ahead of me. 360 ദിവസങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്. I want to build one person. ഒരു വ്യക്തിയെങ്കിലും എനിക്ക് ഉദ്ധരിക്കണം. At least one person. ഒരു വ്യക്തിയെങ്കിലും കർത്താവേ, At least one person. ഒരു വ്യക്തിയെങ്കിലും കർത്താവേ, I want to rebuild a person. ആ വ്യക്തിയെങ്കിലും എനിക്ക് ഉദ്ധരിക്കണം. If that's your desire, അതാകുന്നു നിന്റെ ഹൃദയത്തിന്റെ അഭിലാഷമെങ്കിൽ, if that's your passion, അതാകുന്നു നിന്റെ ഹൃദയത്തിന്റെ വാഞ്ചയെങ്കിൽ, will you raise your hand? നിന്റെ കരങ്ങൾ ഉയർത്തിയാട്ടെ. Lord, കർത്താവേ, at least one person. ഒരു വ്യക്തിയെങ്കിലും, At least one person. ചുരുങ്ങിയത് ഒരു വ്യക്തിയെങ്കിലും കർത്താവേ, I have 360 days ahead of me. എനിക്ക് മുമ്പിൽ 360 ദിവസങ്ങൾ അവശേഷിക്കുന്നു. I want to win at least one person. ഒരു വ്യക്തിയെങ്കിലും എനിക്ക് ഉദ്ധരിക്കണം. Let that be your passion. അതാകുന്നു നിന്റെ ഹൃദയത്തിന്റെ അടങ്ങാത്ത ആഗ്രഹമെങ്കിൽ, Let that be all your preparations. അതാകുന്നു നിന്റെ തയ്യാറെടുപ്പിന്റെ ഒരുക്കങ്ങളെങ്കിൽ, Let that be your prayer. അതായിരിക്കട്ടെ നിന്റെ പ്രാർത്ഥന. Let that be the bothering thing in your life. നിന്റെ ജീവിതത്തിൽ നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചിന്ത അതായി തീരട്ടെ. And let all your performance be focused to that. നിന്റെ സകല പ്രവൃത്തികളും ഉന്നം വെക്കുന്നത് അതിന്റെ പൂർത്തീകരണത്തിനായി തീരട്ടെ. All your energy, നിന്റെ സകല ശേഷിയും, all your resources, സകല വിഭവങ്ങളും, all your time, സകല സമയങ്ങളും, let it be geared and focused to rebuild that person. ആ വ്യക്തിയുടെ തകർന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ഉദ്ധരിക്കേണ്ടതിന് വേണ്ടിയായി തീരട്ടെ നിന്റെ സകല പ്രയത്നവും. Loving Heavenly Father, ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗത്തിലെ പ്രിയ പിതാവേ, thank you for speaking to us this morning. ഇന്ന് പകൽക്കാലം ഞങ്ങളോട് ഹൃദ്യമായി ഇടപെട്ടതിനായി നന്ദി പറയുന്നു. From the life of Nehemiah, നെഹമ്യാവിന്റെ ജീവിതത്തിലൂടെ he was not a prophet, അവനൊരു പ്രവാചകനായിരുന്നില്ലല്ലോ, he was not a priest, അവനൊരു പുരോഹിതനുമായിരുന്നില്ലല്ലോ, nor a king, ഒരു രാജാവുമായിരുന്നില്ല, nor a leader, ഒരു നേതാവുമായിരുന്നില്ല. an ordinary man. ഞങ്ങളെ പോലെ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, An ordinary man who worked in the palace, കൊട്ടാരത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യൻ, a cup bearer, കേവലം ഒരു പാനപാത്രവാഹകൻ. but he has a high passion, പക്ഷേ അവന്റെ ഹൃദയത്തിൽ ഉന്നതമായ ഒരു ആഗ്രഹമുണ്ടായിരുന്നു, a divine passion, ദിവ്യമായ ഒരു a ആഗ്രഹമുണ്ടായിരുന്നു, godly passion. ഒരു ദൈവീകമായ വാഞ്ചയുണ്ടായിരുന്നു. And this morning, that's what we crave, O Lord. കർത്താവ്, ഇന്ന് പകൽക്കാലം അത് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. And we want to do something. ഞങ്ങൾക്ക് അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. We want to focus all our energy towards that. ഞങ്ങളുടെ സകല ശേഷിയും അതിലേക്ക് കേന്ദ്രീകരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. All our resources ഞങ്ങളുടെ സകല വിഭവങ്ങളും അതിലേക്ക് തിരിച്ചുവിടുവാൻ ഞങ്ങൾ to ആഗ്രഹിക്കുന്നു. redeem a person, ഒരു വ്യക്തിയെ വീണ്ടെടുക്കുവാൻ, to build a person. ഒരു വ്യക്തിയെ പണിതെടുക്കുവാൻ. Lord, കർത്താവേ, help us to be focused. അതിലേക്ക് മാത്രം ശ്രദ്ധിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. Help us to be focused. അതിലേക്ക് മാത്രം ശ്രദ്ധിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. And when we come to the end of this year, ഈ വർഷത്തിന്റെ അന്ത്യത്തിലേക്ക് ഞങ്ങൾ എത്തുമ്പോൾ, Lord, help us to say joyfully, കർത്താവ്, ഈ വർഷം അവസാനത്തോടെ തീർക്കുവാൻ, സന്തോഷത്തോടെ തീർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. and tell like this, ഇങ്ങനെ പറയൂ, I could redeem a person. ഞാൻ ഒരു വ്യക്തിയെ വീണ്ടെടുത്തു. God enabled me to build the walls around that person. ആ വ്യക്തിക്ക് ചുറ്റുമുള്ള മതിലുകളെ തകർക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. Build the walls. ഒരു മതിൽ പണിയുവാൻ ദൈവം എന്നെ സഹായിച്ചു. And redeem that person. ആ വ്യക്തിയെ വീണ്ടെടുക്കുവാൻ ദൈവം എന്നെ ഉപയോഗിച്ചു. Lord, thank you for opening our eyes. കർത്താവേ, ഞങ്ങളുടെ കണ്ണുകളെ തുറന്നതിനായി സ്തോത്രം ചെയ്യുന്നു. Thank you for thy word. കർത്താവേ, നന്ദി പറയുന്നു. Thank you for thy word, O Lord. കർത്താവേ, അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിനായി സ്തോത്രം. We want to be the doers of word, കർത്താവേ, അങ്ങയുടെ വചനം പ്രമാണിക്കുന്നവരായി ഞങ്ങളെ തീർക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. not hearers, കേവലം കേൾവിക്കാരായിട്ട് മാത്രമല്ല, but doers. അത് പ്രവർത്തിക്കുന്നവരായി കൂടെ. From this day onward, ഈ ദിവസത്തിന്റെ ഈ നിമിഷം മുതൽ we commit ourselves ഞങ്ങൾ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. to do this word.
ഈ വാക്യത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ചിലത് ചെയ്തെടുക്കുവാൻ. Let all glory and honor and praise to you and you alone. സകലമാനവും മഹത്വവും പുകഴ്ചയും അങ്ങേക്ക് മാത്രം. And the saints of God say, Amen. ദൈവത്തിന്റെ വിശുദ്ധന്മാർ ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ.